ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്ന് ദോശയും ചമ്മന്തിയും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാപ്പി, നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇതിലേക്ക് കാപ്പി ഉണ്ടാക്കാൻ ഇടുകയാണ്. കാപ്പി നമ്മൾ ഇതൊന്ന് ഈ തിളയ്ക്കുമ്പോൾ ഇതങ്ങ് ഓഫാക്കിയിട്ട് വേണം നമ്മൾ കാപ്പിക്ക് ഇതിടാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കാപ്പിപ്പൊടി ഇടും. അപ്പോൾ പാല് ചേർത്ത് കാപ്പി ഇടുകയാണെങ്കിൽ നമുക്കങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ദോശ ചുടാം. ദോശ ചമ്മന്തിയാണ് അത്. നമ്മുടെ മാവിരിക്കുന്നുണ്ട്, അടുത്ത ദോശ ചുടാം. ചമ്മന്തി അരയ്ക്കാം. ദോശ മാവിലേക്ക് ഞാൻ ഈ അരിയും ഉഴുന്നും ഇടുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഇത്തിരി ഉലുവ കൂടി ഇടാറുണ്ട്. ഉലുവ നല്ലതാണ്, ഹെൽത്തിയാണ്. ഷുഗറുള്ളവർക്കും ഒക്കെ ഉലുവ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ആ പച്ചയ്ക്ക് അരി ഇടുമ്പോഴേ തന്നെ ഇത്തിരി ഉലുവ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ദോശയും ചുട്ട് ചമ്മന്തി അരച്ച് വെച്ചേക്കുന്നു. ഇതിൽ തേങ്ങ, ഉള്ളി, പച്ചമുളക്, ഉപ്പ്, ഇത്രയും സാധനങ്ങളെ ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഉപ്പ് ഇതൊക്കെ അരച്ച് വെച്ചിട്ട് നമുക്ക് കടുക് വറുത്തെടുക്കാമേ. നമ്മുടെ ഇതിലേക്ക് കടുക് വറുക്കാനായിട്ട് ദോശയുടെ ചമ്മന്തി കടുക് വറുക്കാനായിട്ട് ഇട്ടേക്കണം. അതിലേക്ക് 2 മുളക് കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്, 2 മുളക്, കറിവേപ്പില ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ചമ്മന്തിയിലേക്ക് തിരിച്ച് കുറവാണല്ലോ. കടുക് പൊട്ടുമ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഒഴിച്ചിടും. നമ്മൾ വെള്ളം ചേർത്ത് വെച്ചേക്കണം. ചമ്മന്തി നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കാൻ എടുക്കുന്ന തേങ്ങ ഒരിത്തിരി ഒത്തിരി മുറ്റിപ്പോയ തേങ്ങ എടുക്കരുത്. ഇത്തിരി ഇളയ തേങ്ങ എടുത്ത് വേണം നമ്മൾ ഈ ചമ്മന്തി അരയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ ചമ്മന്തി അരച്ചിട്ട് ഇങ്ങനെ കടുക് വറുത്തെടുക്കുമ്പോൾ തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ചെറുതായിട്ടൊന്ന് ആവി, നമ്മൾ പുളിശ്ശേരിക്കൊക്കെ ആവി വരുന്ന പോലെ ഒരാവി വന്നാൽ മതിയുണ്ട്. അപ്പോൾ നമുക്കിത് അണച്ചെടുക്കാം. നമുക്ക് ചമ്മന്തി റെഡിയാക്കിയിട്ട് നമുക്ക് ദോശയും കൂടി ചുട്ട് അടിപൊളിയ ദോശയാണ്. നമുക്കൊരു 4-5 വേണം. ചമ്മന്തി, ദോശയും കാപ്പിയും നമുക്കിനൊരു മുട്ട കൂടി തയ്യാറാക്കി എടുക്കാം. നമുക്കിതിനോടൊപ്പം ഒരു മുട്ട ഇങ്ങനെ ഓംലെറ്റ് പോലെ ആക്കി. ഇത് ആരുടെ ഹെൽത്തിയല്ല. ഇത് ദോശ, ചമ്മന്തി, ഒരു മുട്ട. അതിലേക്ക് ഞാൻ കുറച്ച് എൻ്റെ കുരുമുളക് ഉപ്പും കൂടെ പൊടിച്ചിട്ടിരുന്നാണ്. അതുകൂടി നന്നായിട്ട് ഇട്ടത് നമ്മുടെ വയറിനൊന്നും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഇതൊരു മസാല ഓംലെറ്റാണത്. നമ്മൾ തിരിച്ചിടണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നമുക്കിങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. അരച്ചിട്ടാൽ അത്രയും കൂടി ഒന്ന് മരിഞ്ഞ് വരും. നമ്മുടെ ഇന്നത്തെ ദോശ, ചമ്മന്തി,
വെള്ള ചമ്മന്തിയാണ്. വെള്ള ചമ്മന്തി നമുക്ക് ദോശയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിതിനോടൊപ്പം ഒരു കാപ്പിയുണ്ട്. അടിപൊളിയല്ലേ? എല്ലാവരും ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. താങ്ക് യു.